അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഖാമുഖം കഴിഞ്ഞല്ലോ. വളരെ മനോഹരമായ മുഖാമുഖം. എന്താലേ, ഓരോ ചോദ്യങ്ങൾക്കും ഒരാൾക്ക് എത്രയും ചോദിക്കാനുള്ള അവസരം, ഓരോ ചോദ്യത്തിനും വളരെ തൃപ്തികരമായ മറുപടി തൃപ്തിയായി എന്ന് ആ ചോദ്യകർത്താവിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചതിന് ശേഷം ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകുക. വളരെ മനോഹരമായ ഒരു മുഖാമുഖം. ഇതുപോലെ മുഖാമുഖം നടത്താൻ ഇസ്തിഖാമത്തൊന്നുമില്ലാതെ വേറെ ആർക്കും സാധിക്കുകയില്ല എന്ന കാര്യം അനുഭവം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ച വിഷയമാണ്. ഞാനിപ്പോൾ മൈക്കെടുത്തത് നമ്മുടെ ബുസ്റാക്കുമുല്യവും അത് തുടങ്ങുന്നതിന് മുമ്പായി 1-2 PM ഉണ്ട്. അതിനൊന്ന് മറുപടി എന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് കഴിഞ്ഞല്ലോ. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈദ് ഇവിടെ ഓൺലൈനിലുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, സുഖം അല്ലേ? അൽഹംദുലില്ലാഹ്. ഉസ്താദെ, ഒരു പുതിയ കാർ അടവിനെടുക്കുന്നതിന്റെ വിധി പ്ലീസ് റിപ്ലൈ. പുതിയ കാർ അടവിനെടുക്കുകയോ ചെയ്യാം. പക്ഷെ അതേ സമയത്ത് അടവിനെടുക്കുന്നതിന്റെ പേരിൽ അതിന്റെ വിലയേക്കാൾ, അതിന് സാധാരണ വിൽക്കുന്ന അതിന്റെ ഇയാൾക്ക് വിറ്റ വില ഉണ്ടല്ലോ, ഇയാൾക്ക് വിറ്റ വിലയേക്കാളും അധികം വാങ്ങാൻ പാടില്ല. അതാ ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ കാറ് 1 ലക്ഷം രൂപയ്ക്കാണ് ഇയാൾക്ക് വിറ്റത്. പക്ഷെ അതേ സമയത്ത് അത് ക്രമേണ അടച്ചു തന്നാലും മതി, 2 കൊല്ലം കൊണ്ട് അടച്ചു തന്നാൽ മതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് 1 ലക്ഷം രൂപയ്ക്ക് പുറമെ, അതിന്റെ വിലയായ 1 ലക്ഷം രൂപയ്ക്ക് പുറമെ ഇത്ര രൂപ അധികം തരണം എന്ന കരാറുണ്ടെങ്കിൽ അത് പലിശയാണ്, അത് ഹറാമാണ്, അത് പാടില്ല. നേരെ മറിച്ച് അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ, അയാൾക്ക് അതിനേക്കാളും വലിയ വിലക്ക് വിൽക്കുക. അയാൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, കാറ് വിൽക്കുന്നത് 1 ലക്ഷം രൂപയ്ക്കാണ്. ആ 1 ലക്ഷം രൂപയ്ക്കാണ് കാറ് വിൽക്കുന്നത്. അതേ കാർ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, 2 ലക്ഷം രൂപയ്ക്ക് വിൽക്കാം. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. 2 ലക്ഷം രൂപയ്ക്കും വിൽക്കാം. ഒരേ സാധനം തന്നെ പല ആളുകൾക്കും പല വിലക്കും വിൽക്കാം. ഒരേ പുതിയ കാറാണ്, ഒരേ കമ്പനിയുടെ കാറാണ്. ഒരാൾക്ക് 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു, വേറെ ആൾക്ക് 1.25 വിൽക്കുന്നു, ഒരാൾക്ക് 1.5 വിൽക്കുന്നു. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അത് ഈ സാധനത്തിന്റെ ഉടമക്ക് അയാൾ ഉദ്ദേശിക്കുന്ന വിലക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വിറ്റ് അല്ലേ, 1 ലക്ഷം രൂപയുടെ കാറാണ്, ഇയാളോട് പറഞ്ഞു ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അയാൾ അങ്ങനെ അത് സ്വീകരിച്ചു. പിന്നെ പറയാനെന്ത്, ഈ 1.5 ലക്ഷം രൂപ നീ ഒന്നിച്ച് ഉറക്കം തരണമെന്നില്ല. നീ എന്ത് ചെയ്താൽ മതി, ക്രമേണ ഇത്ര 2 കൊല്ലം കൊണ്ട് അടച്ചു തന്നാൽ മതി എന്നാൽ ആ കമ്പനിക്കാർ പറയാൻ നിൽക്കുക. എന്നാൽ അതുകൊണ്ട് വിരോധമില്ല, അത് പലിശ അല്ല. നേരെ മറിച്ച് അത് വിൽക്കുന്നത് 1 ലക്ഷം രൂപയ്ക്കാണ്, പിന്നീട് അത് റൊക്കം പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നെ ഓരോ മാസവും പിന്നെ ഈ അതിന്റെ വിലയേക്കാൾ കൂടുതൽ അടക്കേണ്ടി വരികയാണ്. എന്നാൽ അത് പലിശയാണ്, അത് ഹറാമാണ്. പറയിപ്പിക്കുകയോ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യാം, അതൊന്നും വിരോധമില്ല. പിന്നെന്താണ്, കാറിന്റെ വിലയിൽ കൂടുതൽ ഒരു കൊല്ലത്തേക്ക് 23,000 RS കൂടുതൽ ആക്കണം. പക്ഷേ അത്രയും കാശിനുള്ള ഗിഫ്റ്റ് അവർ തരുന്നുണ്ട്. ഉസ്താദ് പ്ലീസ് റിപ്ലൈ. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പലിശയാണ്. കാറ് ഇയാൾക്ക് വിറ്റ വില ഉണ്ടല്ലോ, കാർ ഇയാൾക്ക് എത്ര റുപ്യക്കാണ് വിറ്റത് എങ്കിൽ അതിനേക്കാളും കൂടുതൽ 23,000 റുപ്യ ഒരു കൊല്ലം അടക്കേണ്ടി വരികയാണെങ്കിൽ അത് പലിശയാകുന്നു, ഹറാമാണ്, പാടില്ലാത്തതാകുന്നു. പിന്നെ ഒരു ഗിഫ്റ്റ് തന്നാലും വേണ്ടില്ല, എന്ത് തന്നാലും വേണ്ടില്ല, അതൊക്കെ സംഗതി, അതുകൊണ്ടൊന്നും പലിശ ഒഴിവാകൂല. നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെയാണ് വിരോധമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ 1 ലക്ഷം റുപ്യക്കാണ് കാറ്, 1 ലക്ഷം റുപ്യന്റെ കാറാണ്. അയാളോട് പറയണത്, ഈ കാർ ഞാൻ നിനക്ക് 1,23,000 റുപ്യക്കാണ് വിൽക്കുന്നത് കാരണം 1,23,000 റുപ്യ തരാണ് ഞാൻ ഈ കാർ നിനക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് പറഞ്ഞു, നീ അത് ഒന്നിച്ച് തരേണ്ടതില്ല, നീ അടച്ചു തന്നാൽ മതി, ക്രമേണ അങ്ങനെ അടച്ചു തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അത് പലിശയല്ല, അത് അനുവദിക്കപ്പെടുന്നതാണ്. അപ്പൊ അത് ആദ്യം ഒരു സംഖ്യക്ക് വിൽക്കണം, ആ സംഖ്യ തന്നെ വാങ്ങാൻ പറ്റുള്ളൂ. ആ സംഖ്യ അതിന്റെ ഉടമസ്ഥന് ഉദ്ദേശിക്കുന്ന വില ആവാം, അതുകൊണ്ട് വിരോധമില്ല. വേറൊരു ചോദ്യം എന്താണ്, നേരത്തെ ഒരാള് എനിക്ക് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലൊരു മദ്രസ സംബന്ധമായ ഒരു പ്രശ്നമുണ്ട്. എന്താ അത് മറുവിഭാഗവുമായി കുറച്ച് പ്രശ്നത്തിലൊക്കെയാണ്. അതുകൊണ്ട് അതിൽ നല്ലൊരു വിധി ഉണ്ടാവാൻ വേണ്ടി, നല്ലൊരു തീരുമാനം ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹു നല്ല മാന്യമായ നല്ല അവർക്ക് മനസ്സിന് തൃപ്തികരമായ നല്ലൊരു തീരുമാനം ആ വിഷയത്തിൽ ഉണ്ടാക്കട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അനുകൂലമായിട്ട് നല്ലൊരു തീരുമാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കുകയും സമസ്തയുടെ ആളുകളെ അള്ളാഹു അതുമൂലം സന്തോഷിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ലായ ഫള് കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അതുപോലെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അവന്റെ മറ്റ് അടിയാറുകളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന് അനുകൂലമായ രീതിയിലുള്ള നല്ലൊരു തീരുമാനം ആ വിഷയത്തിൽ ഉണ്ടാക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ്. സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയതേ അത് ആരോടെങ്കിലും എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. അത് മുസ്ലിം ഉമ്മത്തിന് വിദ്യാഭ്യാസം നൽകാൻ മറ്റൊരു മാർഗവും ഇല്ല എന്ന് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ പോലത്തെയൊക്കെ ഉണ്ടാക്കിയ സംഘടനയാണ് ഇത് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്. അതിന് മുമ്പ് ഗവൺമെന്റ് സ്കൂൾ വെച്ചിട്ടായിരുന്നു മതവിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഗവൺമെന്റ് മറ്റേ സ്കൂളുണ്ടല്ലോ, ആ സ്കൂൾ വെച്ച് തന്നെ മുസ്ലിങ്ങൾക്ക് പിന്നെ മതവിദ്യാഭ്യാസം പഠിപ്പിക്കാനും കൂടുതലൊരു അവസരം ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അത് പറ്റൂല, സ്കൂളിൽ വെച്ച് മതവിദ്യാഭ്യാസം പറ്റുകയില്ല. അതിന് പറയാനുള്ള കാരണം ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അപ്പം എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വെച്ച് മതവിദ്യാഭ്യാസം പഠിപ്പിക്കരുത് എന്ന ഒരു തീരുമാനം വരികയാണ്. അപ്പോൾ വേറെ മാർഗ്ഗമില്ലല്ലോ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം, ഇസ്ലാമിക വിദ്യാഭ്യാസം, ഖുർആൻ പഠിക്കാൻ വേണ്ടി, ഫിഖ്ഹ് പഠിക്കാൻ, മറ്റ് ഇസ്ലാമിക ഉലൂമുകൾ അത് പഠിക്കാൻ വേറെ മാർഗ്ഗമില്ല. അങ്ങനെ മാർഗ്ഗമില്ലാതായപ്പോൾ അനിവാര്യമായ ഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്. മറ്റുള്ളതല്ല, അതിനെ പൊളിക്കാനും വേണ്ടി ഉണ്ടാക്കിയ വേറെ സംഘടനകളല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാതെ ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്നുള്ളത്. ഇതിനെ പൊളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടന, അപ്പൊ ഹക്കായ സംഘടന സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡാണ്. അതിന് അനുകൂലമായ ഒരു വിധി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മുടെ അബ്ദുള്ള കുമ്പളെ സാഹിബിന്, അത് വേറെ നമ്മുടെ ഒരു സുഹൃത്ത് PM ചെയ്താണ്. കുമ്പളെ സാഹിബിന് സുഖമില്ല, അതേ നാട്ടിൽ പോവാണ് എന്ന് അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുള്ള കുമ്പളെ സാഹിബ് എന്ന് പറഞ്ഞാൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാമാണ്. ആവശ്യമുണ്ടാകുന്ന സമയത്തൊക്കെ മൈക്കൊടുക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അതുപോലെ തന്നെ ഹദ്ദാദ് ചെല്ലുക, അതുപോലെ ദുആ ചെയ്യുക, പാട്ട് പാടുക എന്ന് മാത്രമല്ല ചിലപ്പോഴൊക്കെ നമ്മുടെ കുന്നുകൂട്ടം നിയന്ത്രിക്കുക. അതിന് പുറമെ റേഡിയോ ശ്രോതാക്കൾക്കൊക്കെ വേണ്ടി പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ പൈസ ചെലവാക്കിക്കൊണ്ട് ആളുകളെ വിളിച്ചുകൊണ്ട് ഡയൽ ടു KICR എന്ന പരിപാടി അല്ലേ, അതൊക്കെ അങ്ങനത്തെ പല പരിപാടികളും ചെയ്തുകൊണ്ട് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വല്ലാതെ ഉപകാരം ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള കുമ്പളെ സാഹിബ്. അദ്ദേഹത്തിന് സുഖമില്ല എന്നറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹളായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റെല്ലാ നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹീങ്ങളായ എല്ലാവരുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ തആഅത്തിലായി കൊണ്ട് ആഫിയത്തോട് കൊണ്ട് ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. മറ്റൊരു മഹറം ഇല്ലാതെ ഹജ്ജിനും ഉംറക്കും പോകാമോ? മഹറം ഇല്ലാതെ തൊട്ടാ ഉളു മുറിയാത്ത ആളില്ലാതെ ഒരു പെണ്ണിനെ ഹജ്ജിനും ഉംറക്കും പോകാമോ എന്നാണ്. ആദ്യത്തെ ഹജ്ജാണെങ്കിൽ, അതായത് ഫർളായ ഹജ്ജാണ്, ഫർളായ ഉംറയാണ്. എന്നാൽ പിന്നെ തൊട്ടാൽ ഉളു മുറിയാത്ത ആള് പിന്നെ ആ പുരുഷൻ വേണം എന്നില്ല, അല്ലെങ്കിൽ ഭർത്താവ് വേണം എന്നില്ല. പിന്നെ സിഖത്തുകളായ മറ്റ് സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ കൂടെ പോകാമെന്നാണ്. അവിടെ സ്വന്തം പോകാൻ പാടില്ല. പിന്നെ നല്ല നല്ല സിഖത്തുകളായ എന്നുവെച്ചാൽ അവരുടെ കൂടെ പോയാൽ അവരുടെ ശരീരത്തിനോ അതിൽ അവരുടെ അഭിമാനത്തിനോ അവരുടെ സമ്പത്തിനോ ഒന്നും ഒരു ക്ഷതം ഏൽക്കുകയില്ല. അങ്ങനെയുള്ള നല്ലൊരു ടീമുണ്ട്, നല്ലൊരു ഒരു വിശ്വാസയോഗ്യരായ നല്ലൊരു ടീമുണ്ട് സ്ത്രീകൾ. എന്നാൽ അവരുടെ കൂടെ പോകാം. ഈ ആദ്യത്തെ ഹജ്ജും ആദ്യത്തെ ഉംറയ്ക്കാണെങ്കിൽ, എന്ന് വെച്ചാൽ ഫർളായ ഹജ്ജും ഉംറയ്ക്കാണെങ്കിൽ. നേരെ മറിച്ച് ഫർളായ ഹജ്ജല്ല, ഫർളായ ഉംറ അല്ല, സുന്നത്തായതാണ്. എന്നാൽ അതിന് മറ്റു സ്ത്രീകളുടെ കൂടെ ഒന്നും പോകാൻ പറ്റൂല. ഒന്നുകിൽ ഭർത്താവിന്റെ കൂടെ, അതിന് തൊട്ടാൽ ഉറുമുറിയാത്ത മറ്റു പുരുഷന്റെ കൂടെ പോകണം എന്ന് നിർബന്ധമാണ്. അതല്ലാതെ പോകാൻ പാടില്ല, ഹറാമാണ്. പിന്നെ കൂട്ടുകാരൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്നു, ഇനി എന്ത് ചെയ്യണം? കൂട്ടുകാരൻ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ മറന്ന ഉടൻ തന്നെ ഇപ്പൊ തന്നെ കൊടുക്കുക, വേറെ കൊടുക്കുക. ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമായ സമയമുണ്ട്,
പിന്നെ അതിന്റെ ഏറ്റവും അഫ്ളലായ സമയമുണ്ട്, പിന്നെ കറാഹത്താണ്, ആ സമയത്തേക്ക് പിന്തിക്കൽ കറാഹത്താണ്, അങ്ങനത്തെ സമയമുണ്ട്. എന്നാൽ പിന്തിക്കൽ ഹറാമാണ്, അങ്ങനത്തെ സമയമുണ്ട്. റമദാൻ 1 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ്. റമദാൻ മാസം കടന്നാൽ പിന്നെ ഫിത്ർ സക്കാത്ത് അപ്പൊ തന്നെ കൊടുക്കൽ അനുവദനീയമാണ്. എന്നാൽ ഏറ്റവും നല്ലത് എപ്പോഴാണ്? റമദാനിലെ അവസാനത്തെ സൂര്യൻ അസ്തമിച്ച് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് ഇമാമ പ്രവേശിക്കുന്നതിന് മുമ്പായി കൊടുക്കലാണ് ഏറ്റവും നല്ലത്. റമദാനിന്റെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിച്ച്, റമദാനിന്റെ അവസാനത്തെ ദിവസമായി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പ്രവേശിക്കുന്നതിന് മുമ്പായി കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഈ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമുള്ള സമയത്തേക്ക് ഫിത്ർ സക്കാത്തിനെ പിന്തിക്കൽ കറാഹത്താണ്. എന്നാൽ അന്നത്തെ ദിവസത്തെയും തൊട്ട്, അന്നത്തെ ദിവസം അതിന്റെ പിറ്റേ ദിവസത്തേക്കൊക്കെ പിന്തിക്കുക, അത് കാരണമില്ലാതെ പിന്തിക്കൽ ഹറാമുമാണ്. ഇനി എങ്ങനെയായാലും ശരി, ഒരാൾ അന്നും കൊടുത്തില്ല, അതിന്റെ പിറ്റേ ദിവസം ഒന്നും കൊടുത്തില്ല നിൽക്കുക, എന്നാൽ അത് പിന്നീട് എത്രയും വേഗം കൊടുത്തുവിട്ട നിർബന്ധമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആ സുഹൃത്ത് ഇതുവരെയും കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ വേഗം കൊടുത്തു വിട്ടുക, അത് നിർബന്ധമാണ്. പിന്നെ ഉസ്താദെ, പള്ളിയുടെ മുകളിൽ താഴത്തേക്ക് കാണുന്ന ഓട്ട ഇല്ലെങ്കിൽ തുടർച്ച സഹീഹ് ആകില്ലേ? പള്ളിയുടെ മുകളിൽ താഴത്തേക്ക് നോക്കുന്ന ഓട്ട ഇല്ലെങ്കിൽ തുടർച്ച സഹീഹാകൂല എന്ന് പറഞ്ഞാല്, പിന്നെ തുടർച്ച സഹീഹാവണമെങ്കിൽ ഒരാൾ അങ്ങനെയുണ്ട്, ഒരാൾ പിന്നെ മുകളിലും ഒരാൾ താഴെയാണ് നിൽക്കുന്നത്. എന്നാൽ അവിടുത്തെ രണ്ടുപേരുടെയും ഇടയിൽ മറ ഉണ്ടാവാൻ പാടില്ല എന്ന്. മറ ഉണ്ടാവാൻ പാടില്ല പറഞ്ഞാല് നോക്കിയാൽ ഇങ്ങനെ കാണണമെന്നില്ല, നോക്കി കാണണമെന്ന് ഉദ്ദേശിക്കാൻ കാണാൻ പറ്റണം. അങ്ങനത്തെ എന്തെങ്കിലും വേണം. ഇമാമിന്റെയും മൗമൂമിന്റെ ഇടയിൽ മറ ഉണ്ടാവാൻ പാടില്ല. എങ്ങനത്തെ മറ ഉണ്ടാവാൻ പാടില്ല? ഇമാമിനെയോ ഇമാമിനെ തുടരുന്നവരെയോ കാണണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ കാണാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഓട്ടയോ അരിയെന്തിനും വേണം. അതില്ലാതെ മറ, പിന്നെ അത് പറ്റാത്ത രീതിയിൽ മറ ഉണ്ടെങ്കിൽ ആ തുടർച്ച സഹിയാവുകയില്ല എന്നാണ്. ആ ഇമാമിൽ നിന്നോ മൗമൂമിൽ നിന്നോ ഒരാൾ നിന്നു, ഫി ഉലുവിൻ മുകൾ ഭാഗത്ത് നിന്നു, വല്ലാഖിറു ഫി സുഫ്ലിൻ മറ്റാൾ താഴെ നിന്നു, എന്നാലോ ഉസ്തുരിത അദമുൽ ഹൈലൂലത്തി ഇമാമിന്റെയും മഅ്മൂമിന്റെയും ഇടയിൽ മറ ഇല്ലാതിരിക്കുക ഷർത്താക്കപ്പെട്ടിരിക്കുന്നു എന്നാ ഷർത്താണ്. ഇമാമിന്റെയും മഅ്മൂമിന്റെ ഇടയിൽ മറ ഉണ്ടാകരുത്. എന്നാലും ലാ മുഹാദാത്തു ഖദമിൽ അഅല റഅ്സൽ അസ്ഫലി, അങ്ങനെ നിർബന്ധമില്ല, ഷർത്തൊന്നുമില്ല. ഏത്? ഇമാമിന്റെ മുകളിൽ നിൽക്കുന്ന ആളുടെ കാല് താഴെ നിൽക്കുന്ന ആളുടെ തലയുടെ നേരെ മേലാകണം, അതിനോട് നേരിടണം എന്ന നിബന്ധന ഒന്നുമില്ല. മുകളിൽ നിൽക്കുന്ന ആളുടെ കാല് താഴെ നിൽക്കുന്ന ആളുടെ തലയുടെ നേരെ ആവണം എന്ന നിബന്ധന ഇല്ല. പിന്നെ എന്താ നിബന്ധന ഉള്ളൂ? എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ നിബന്ധന ഉണ്ടെന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ടേ, അത് ശരിയല്ല എന്ന്. പിന്നെ ഏതേ നിബന്ധന ഉള്ളൂ? മറ ഉണ്ടാവാതിരിക്കണം, അതേ നിബന്ധന ഉള്ളൂ എന്ന്. പിന്നെ അവിടെ ഉണ്ട് ഇസ്തിറാത്തു അദമിൽ ഹൗദ്, അവിടെ യാൻറ്റിലിതാ ഐ ഇസ്തിറാത്തു അല്ലാ യൂജദ ഹായിലുൻ ബൈനഹുമാ യംനഉൽ ഇസ്തിത്റാഖ ഇലൽ ഇമാമി ആദതൻ. അതാണ് ഉദ്ദേശം. ഇമാമിനെ കാണണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇമാമിനെ കാണാൻ പറ്റണം. അങ്ങനത്തെ ഒരു ഓട്ടയോ മറ്റോ വേണം. അതില്ല, കാണണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നെ കാണാൻ പറ്റൂല നിൽക്കുക, എങ്കിൽ ആ തുടർച്ച സഹിയാവുകയില്ല എന്നാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ പള്ളിയിലൊക്കെ എന്ത് ചെയ്യാ, മേലെ ഒരു ഓട്ടം ഉണ്ടാവില്ല, അത് അതിനു വേണ്ടിയാണ്. അതില്ലെങ്കിൽ സഹിയാവുകയില്ല. പിന്നെന്താണ് ഒരു മഹല്ലിൽ 40 പേർ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഒരു മഹല്ലിൽ 40 പേർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവരിൽ ഒരാൾ ഖതീബ് ആകാമോ? അതുപോലെ ചിലർക്ക് നല്ല പോലെ നിസ്കരിക്കാൻ അറിയില്ലെങ്കിലോ? ഒരു മഹല്ലിൽ 40 പേരെ ആകെ ഉള്ളൂ നിൽക്കുക അല്ലേ? ഒരു മഹല്ലിൽ 40 പ്രായപൂർത്തി എത്തിയ പിന്നെ പുരുഷന്മാര് 40 പേരുണ്ട്. ഒരു മഹല്ല് ജുമാ സഹിയാണെങ്കിൽ എന്ത് വേണം? 40 പേര് വേണം. ആ മഹല്ലുകാരായ 40 പേര് വേണം. 40 ആണും പെണ്ണും കൂടി 40 പോരാ.
പിന്നെ പുരുഷന്മാരായ പ്രായപൂർത്തി എത്തിയ സ്വതന്ത്രരായ 40 പേരുമാണ്. അത് ഖത്തീബ് അടക്കത് മതി. ഖത്തീബ് അടക്കം 40 പേരുണ്ടായാൽ മതി. പക്ഷെ ആ ഖത്തീബും ആ മഹലുകാരനാവണം. അങ്ങനെ ആവുമ്പോ ആകെ 40 ആളോ ഖത്തീബ് അടക്കം 40 ഉള്ളൂ എങ്കിൽ ആ ഖത്തീബും എഴുത്തുകാരനാവണം, ആ മഹലുകാരനാവണം. അത് നിബന്ധനയാണ്. പിന്നെ മറ്റൊരു ചോദ്യം എന്താണ്? അപ്പൊ പറഞ്ഞല്ലേ, ഒരു മഹല് 40 പേര് മാത്രമുള്ളെങ്കിൽ പിന്നെ ഖത്തീബ് ആ മഹലുകാരനാവണം. എന്നാലും ഖത്തീബ് അടക്കം 40 പേരുണ്ടായാൽ മതി. പിന്നെ അതിൽപ്പെട്ട ചില ആളുകൾ നല്ല പോലെ നിസ്കരിക്കാൻ അറിയില്ലെങ്കിലോ നല്ല പോലെ നിസ്കരിക്കാൻ അറിയില്ലെങ്കിലോ പറഞ്ഞാല് ഫാത്തിഹ ഓതാൻ അറിയില്ല നിൽക്കുക അല്ലെ. ഈ ആകെ 40 ആളേ ഉള്ളൂ. ആ 40 ആളിൽ ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല നിൽക്കുക. അയാളാണെങ്കിലോ ഫാത്തിഹ ഓതാൻ ആൾക്ക് പഠിക്കാൻ പറ്റിയിരുന്നിട്ട് പഠിക്കാതെ ഇരുന്നാണ്. എന്നാൽ ആരുടെയും ജുമാ സഹിയാവുകയില്ല എന്ന് മനസ്സിലായല്ലോ. ആകെ 40 പേരേ ഉള്ളൂ. 40-നേക്കാളും കൂടുതലുണ്ടെങ്കിൽ ആ പ്രശ്നം വരൂല. ആകെ 40 ആളേ ഉള്ളൂ. അതിൽപ്പെട്ട ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല. അയാൾക്ക് ഫാത്തിഹ ഓതാൻ അറിയാതിരിക്കാൻ കാരണമാണെങ്കിലോ അയാളുടെ വീഴ്ച കാരണമാണ് അയാൾക്ക് ഫാത്തിഹ ഓതാൻ അറിയാതിരുന്നത്. അയാൾക്ക് പഠിക്കാൻ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് പഠിച്ചില്ല എന്ന്. അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരാൾ അടക്കം 40 പേരേ ഉള്ളൂ നിൽക്കുക. എന്നാൽ ആ ജുമാ സഹിയാവുകയില്ല എന്നാണ്. നേരെ മറിച്ച് അയാൾക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല, പക്ഷെ അത് അയാളുടെ തകരാറ് കൊണ്ട് പിന്നെ സംഭവിച്ചതല്ല. അയാൾ പഠിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അയാൾക്ക് പഠിക്കാനുള്ള സമയം ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ അടക്കം 40 പേരാണ്. എന്നാൽ അയാളോട് കൂടെയുള്ള ജുമാ സഹിയാവുകയും ചെയ്യും. മനസ്സിലായല്ലോ അല്ലേ? ആ മഹലിൽ ആകെ 30 പ്രായപൂർത്തി എത്തിയ പുരുഷന്മാർ 39 ആളെ ഉണ്ടായിരുന്നുള്ളൂ, മുസ്ലിങ്ങൾ. അങ്ങനെ എന്ത് ചെയ്ത് ഇന്നലെ ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലിട്ടാണ് ഇസ്ലാം മതം വിശ്വസിച്ച് ഒരാള്, അയാൾക്ക് ഫാത്തിഹ ഒന്നും അറിയില്ല. അപ്പൊ അയാളടക്കം 40 പേരുണ്ട്. അയാളടക്കം 40 പേരുണ്ട്. എന്നാ അവിടെ ജുമാ അയാളടക്കം ആ 40 പേരെ കൊണ്ട് ജുമാ സഹിയാകും. അപ്പൊ അയാളെ ഫാത്തിഹ സഹിയല്ലല്ലോ. അയാളെ ഫാത്തിഹ ശരിയല്ല. കാരണം അത് അയാളെ വീഴ്ച കൊണ്ടല്ല. അയാൾ ഇന്നലെ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ്. നേരെ മറിച്ച് അതല്ല, അയാളുടെ വീഴ്ച കാരണം പിന്നെ ഫാത്തിഹ ഓതാൻ സാധിക്കുകയാണ്. എന്നാലും പിന്നെ അത് അയാളടക്കം 40 പേരുള്ളൂ എങ്കിൽ അജ്മാ സഹിഹാവുകയില്ല എന്നാണ്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ലൂസ് ഉള്ള കുപ്പായം ആണെങ്കിൽ പാന്റ് പൊക്കിളിന്റെ മുകളിൽ ആയാൽ വാജിബ് എന്താണ്? പാന്റ് പൊക്കിളിന്റെ മേലെ ആകൽ വാജിബാണോ? ഔറത്ത് മറക്കണം. മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലം മറക്കൽ നിർബന്ധമാണല്ലോ. മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലം മറക്കൽ നിർബന്ധമാണ്. മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലം മുകൾ ഭാഗത്തു നിന്നും ചുറ്റുഭാഗത്തു നിന്നും നോക്കിയാൽ കാണാൻ പാടില്ല. ആ രീതിയിൽ മറക്കണം. അപ്പൊ കുപ്പായം എന്താണ്? കുപ്പായം നല്ല ലൂസായ കുപ്പായാണ്. അവൻ പാന്റ് ധരിച്ചിരിക്കുന്നു. ആ പാന്റ് പൊക്കിളിന്റെ താഴെ നിൽക്കുക. പൊക്കിളിന്റെ താഴെയാണ് പാന്റ്. അപ്പോ ഈ കുപ്പായാണെങ്കിൽ ഇവിടെ ലൂസാണ്. അപ്പൊ മുകൾ ഭാഗത്ത് നോക്കിയാൽ എന്ത് ചെയ്യാം? അവന്റെ കോളറൊക്കെ ലൂസായി കിടക്കുകയാണല്ലോ. അപ്പൊ മുകൾ ഭാഗത്ത് നോക്കിയാൽ അവന്റെ പൊക്കിളിന്റെ താഴ്ഭാഗത്തൊക്കെ കാണാൻ സാധ്യതയുണ്ട്. എന്നാൽ പിന്നെ നിസ്കാരം സഹിയാവുകയില്ല. പിന്നെ അപ്പാടെ എന്ത് വേണം? ആ പാന്റ് കൊണ്ട് തന്നെ ആ പാന്റ് പൊക്കിള് മറക്കണം. ആ ശരിക്കും പൊക്കിളിന്റെ മേലെ പൊക്കിളും അടക്കം മറിയുന്ന രീതിയിൽ പാന്റ് ധരിക്കണം. നേരെ മറിച്ചതല്ല, നല്ല ഫിറ്റായ കുപ്പായം നിൽക്കുക അല്ലെ. മുകൾ ഭാഗത്ത് നോക്കിയാലും ഒന്നും കാണൂല. അതുപോലെ തന്നെ ചുറ്റുഭാഗത്ത് നോക്കിയാലും കാണാൻ ഫിറ്റായ കുപ്പായമാണ്. എന്നാൽ പിന്നെ ആ പാന്റ് കൊണ്ട് തന്നെ മുട്ടുപുക്കളുടെ ഇടയുള്ള സ്ഥലം മറയണം എന്നില്ല. ഈ കുപ്പായം അടക്കം ഉള്ളത് കൊണ്ട് മറന്നാലും മതി. ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് ആവാം. പിന്നെ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദി എത്തിയിട്ടുണ്ടോ? ഷംസുദ്ദീൻ ഫൈദി എത്തിക്കണമെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്യണേ. എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഷംസുദ്ദീൻ ഫൈദിനോട് ചോദിച്ചാൽ മതി ഇനി ഇതിന്റെ ശേഷം. പിന്നെ അല്ലെങ്കിൽ മുമ്പ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്തോളുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ബുശ്റാഖുൽ യൗം, ഇന്നത്തെ ബുശ്റാഖുൽ യൗമിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ബുശ്റാഖുൽ യൗമിൽ നിന്ന് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ ഫൈദിയാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിഷയം സൽസ്വഭാവത്തിന്റെ മഹത്വം എന്ന വിഷയമാണ്. കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹത്തിന്റെ വിഷയം അത് തന്നെയായിരുന്നു. അതിനു മുമ്പും അദ്ദേഹത്തിന്റെ വിഷയം അത് തന്നെയായിരുന്നു. സൽസ്വഭാവത്തിന്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് പിന്നെ ഉള്ള ഒരു ക്ലാസിന്റെ ശൃംഖല, അതിന്റെ 3-ാമത്തെ ദിവസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വളരെ മഹത്തായ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്.
പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നെ ഈ ക്ലാസ് അദ്ദേഹത്തിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈക്കെടുത്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ബുശ്റാക്കും യോമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ബുശ്റാക്കും യോം സ്വാഗതം പ്ലേ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം